ഡിപ്രഷൻ എന്ന് ആധുനിക ലോകം പേരിട്ട് വിളിക്കുന്ന മനസ്സിന്റെ അസ്വസ്ഥതകളും ദുർബലാവസ്ഥയും സംഭ്രമവും ഒത്തുചേർന്ന രോഗാവസ്ഥയിൽ നിന്ന് അത്ഭുത സൗഖ്യം നേടി ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി ഉയർത്തപ്പെട്ടവളായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ. പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വത്തിലൂടെ ലഭിച്ച സാന്ത്വനവും ആശ്വാസവുമായിരുന്നു രോഗാവസ്ഥയിൽ നിന്നും വിശുദ്ധ കൊച്ചുത്രേസ്യയെ കരകയറ്റി ജീവിത സഹനങ്ങളിലുടനീളം അവൾക്ക് ബലവും സഹനശക്തിയും പകർന്നത്. ആനന്ദത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒത്തൊരുമയുടെയും അന്തരീക്ഷം തളം കെട്ടിനിന്ന തെരേസയുടെ ബാല്യത്തിലുണ്ടായ അമ്മയുടെ പെട്ടെന്നുള്ള മരണത്തിന്റെ മുറിവിന് ആക്കം കൂട്ടിക്കൊണ്ട് അവളുടെ 10ാം വയസ്സിൽ മാതൃതുല്യായിരുന്ന മൂത്ത സഹോദരി പൗളിൻ സന്യസ്ത ജീവിതത്തിനായി മഠപ്രവേശനം നടത്തിയതോടെ തെരേസയുടെ മാനസിക സമനില തകരുകയായിരുന്നു. പിതാവിന്റെയും സഹോദരങ്ങളുടെയും കണ്ണിലുണ്ണിയും വാത്സല്യഭാജനവുമായിരുന്ന തെരേസയുടെ ബോധക്ഷയങ്ങളും മുറവിളികളും ഭയങ്ങളും ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും വേദനകളും കണ്ട് മനം നൊന്ത വീട്ടുകാർ ഭവനത്തിലുണ്ടായിരുന്ന പരിശുദ്ധ മറിയത്തിന്റെ തിരുസ്വരൂപം അവളുടെ മുറിയിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ചികിത്സയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ രോഗത്തിനു മുന്നിൽ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ്യം തേടിയ ലൂയി കുടുംബത്തെ അതിശയിപ്പിച്ച് 1883 പന്തക്കുസ്ത ദിനത്തിൽ തെരേസ ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റിരുന്ന് തന്റെ മുറിയിലെ മാതാവിന്റെ രൂപത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അമ്മയുടെ രൂപത്തിന് ജീവൻ വച്ചതായും അമ്മ തന്നെ നോക്കി പുഞ്ചിരിച്ചതായും തനിക്ക് അനുഭവപ്പെട്ടതായി വിശുദ്ധ തെരേസ തന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അവർ ലേഡി ഓഫ് ദ സ്മൈൽ എന്ന പേരിൽ പ്രസ്തുത മാതാവിന്റെ ചിത്രം വിശ്വാസികൾക്കിടയിൽ ഇന്നും വണക്കത്തിലുണ്ട്.